ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നേ മുതിരച്ചാറ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ കുറച്ചേറെ മുതിര വാങ്ങിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച മുതിരയാണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ കുറച്ചൊരു കപ്പോളം മുതിര എടുത്തിട്ടാണ് മുതിരച്ചാറ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ ചിരവിയത് വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് ജീരകമാണ് വേണ്ട കേട്ടോ. ചെറിയ ജീരകം ഉണ്ടല്ലോ അത്. ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മീമ്മ വെച്ച് അരയ്ക്കാൻ വേണമെങ്കിൽ ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചേമ്പിൻ്റെ വിത്ത്, ഒരു പിടിയോളം ചേമ്പിൻ്റെ വിത്ത്, പിന്നെ കുറച്ചേറെ വെളുത്തുള്ളി, അത് തൊലിയോട് കൂടി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽ മുളകാണ് വേണ്ടത്, ഒരു 3 വറ്റൽ മുളക് നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ. വേപ്പിലയും വേണം കേട്ടോ. ചേമ്പ് വൃത്തിയാക്കി വെച്ചു, പിന്നെ തേങ്ങ അരച്ചെടുത്തു കേട്ടോ. നമുക്ക് നമ്മളുടെ മുതിര വറുത്തെടുത്ത് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുന്ന രീതിയിൽ മുറത്തിലിട്ടിട്ട് അമ്മിക്കുഴ വെച്ച് ഇങ്ങനെ തരിതരിപ്പായിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഓടിച്ച് വിടുമ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ പൊട്ടി കിട്ടും. ഇത് നമ്മൾ നേരത്തെ എടുത്ത ഉള്ളിയും വറ്റൽമുളകൊക്കെ വൃത്തിയാക്കി എടുത്താണ്. കുറച്ച് വേപ്പിലയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മുതിരയും ചേമ്പും കൂടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. മുതിര പൊടിച്ചതാണല്ലോ, പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ ചേമ്പും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പൊഴിക്കണം കേട്ടോ. നാളികേരം, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം ചേർത്ത് അരച്ച് അരപ്പൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൃശ്ശൂർ ഞങ്ങൾ കൂടുതൽ, എനിക്ക് ചെറുത് മുതലേ മുതിര ഇങ്ങനെ നമ്മൾ പുഴുക്ക് വയ്ക്കില്ലേ തോരനായിട്ട്, അങ്ങനെ ചെയ്യുന്നതാണ് താല്പര്യം. വീട്ടിൽ ഇടയ്ക്കൊക്കെ മുതിരച്ചാറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ മുതിര കണ്ടപ്പോൾ മുതിരച്ചാറ് ഉണ്ടാക്കാമെന്നുണ്ട്, ആൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇടയ്ക്ക് വീക്ക്ലി വൺസൊക്കെ ഇത് ട്രൈ ചെയ്യാറുണ്ട്. മുതിരച്ചാറ് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പക്ഷേ മുതിര തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ചതച്ച മുളകൊക്കെ ഇട്ട് ഉള്ളി കാച്ചിയെടുക്കുകയാണെങ്കിൽ അത് വേറൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇത്തിരി ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കഴിയും, അധികം പണിയൊന്നുമില്ല. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചാറ്. ഇനി നമ്മൾ അതിലേക്ക് വറവിടാൻ പോവുകയാണ്. വേറൊരു പാനിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ചീനച്ചട്ടിയും ചൂടായി വെളിച്ചെണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ വറക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി വറ്റൽമുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആദ്യം തന്നെ കടുക് ഇട്ടു, ദെൻ വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇടുക, പിന്നെ വേപ്പില ഇടുക. എന്നിട്ട് അത് വറുത്ത് ഇതിനകത്തേക്ക് കോരി ഒഴിക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇടയ്ക്കൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ മുതിര ഉണ്ടല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്, ഈ മുട്ടുവേദനയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ പ്രായമായിട്ട്, അങ്ങനെയുള്ളവർക്ക് മുട്ടുവേദനയൊക്കെ വരുമ്പോൾ ഈ ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ അമ്മായിക്കൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. വളരെ ഹെൽത്തിയറാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.